ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. വോട്ടിംഗ് സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് എന്താണ് പറയാനുള്ളത്? അത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെങ്ങനെയാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു തീർച്ചയായും വൈകാരികമായിട്ടുള്ള ദിനം തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എൻ്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് കഴിഞ്ഞ 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ അതുകൊണ്ട് ഇട്ടതേ ഉള്ളൂ. തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അച്ഛനാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിയാറായി, ഒരു വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തോന്നുന്നു? വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റം. സ്ഥാനാർത്ഥി വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ പരാതിയില്ലാത്ത കാര്യമാണത്. ബ്ലാക്ക് ഡ്രസ് ഒക്കെയാണല്ലോ യാദർശികമായി ചൂസ് ചെയ്തത്. ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തീർച്ചയായും ധൈര്യത്തിന്റെ ഡ്രസ് തന്നെയല്ലേ. സ്ഥാനാർത്ഥി അതിൽ വലിയ കഴമ്പില്ല അല്ലെ? അത് വലിയ കഴമ്പുള്ള കാര്യമല്ല. ഈ 2 സ്ഥാനാർത്ഥികളും നിങ്ങളുടെ വീട്ടിലെത്തി. അദ്ദേഹം കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. കോൺഗ്രസുകാരുടെ വീട്ടിൽ UDF സ്ഥാനാർത്ഥി പോകേണ്ടതില്ല, VS ജോയിയുടെ വീട്ടിലും പോയില്ല. അത് പോകാതെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങളിലെ വിശ്വാസമല്ലേ അത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത്. ആ വിശ്വാസം ഞങ്ങൾ എന്ന് തെളിയിച്ചിരിക്കും. ഞങ്ങൾ അതാണ് നിലപാട് വ്യക്തമാക്കുകയാണ് വി പ്രകാശിന്റെ ഭാര്യയും മകളും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രതീഷ് ക്രിസ്റ്റൽ ക്ലിയർ. ഇതിനകത്ത് ഇനി അപ്പുറത്തേക്ക് മറ്റൊരു വിശേഷണം നൽകാനില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവർ ഇവിടെ നിന്നും മടങ്ങുന്നു. വോട്ട് രേഖപ്പെടുത്തിയ കൈ ഉയർത്തി കാണിക്കുകയാണ്, മഷി പുരട്ടിയ കൈ ഉയർത്തി കാണിക്കുകയാണ്. മരണം വരെയും കോൺഗ്രസ് ആയിരിക്കുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് വി പ്രകാശിന്റെ ഭാര്യ സ്മിത. രാവിലെ മുതൽ സൈബർ ഇടങ്ങളിലൊക്കെ ചില ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുള്ളത് മാത്രമല്ല, തങ്ങളുടെ വീട്ടിൽ ആര്യടൻ ഷൗക്കത്ത് വോട്ട് തേടി എത്തേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. നേരത്തെ VD സതീശനൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരുടെ വീട്ടിലേക്ക് വോട്ട് തേടി എത്തേണ്ട കാര്യം ഇല്ല. VS ജോയിയുടെ വീട്ടിലും പോയിരുന്നില്ല ആര്യടൻ ഷൗക്കത്ത്. അല്ലാതെ തന്നെ അവർ വോട്ട് ചെയ്തുകൊള്ളും എന്ന് പറയുന്നു. നന്ദനയുടെ മറുപടി ഉണ്ട് അതിന്. നന്ദന കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നേതാക്കന്മാർക്ക് ഞങ്ങളിലുള്ള വിശ്വാസമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. UDFകാരായിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർ വോട്ട് തേടി എത്തേണ്ടതില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സ്മിതയും മകളും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. രാവിലെ മുതൽ നടന്ന ചർച്ചകൾക്കെല്ലാം വിരാമമായിരിക്കുന്നു. നിലവിൽ ഇവിടെ നിന്നും ഇപ്പോൾ അവർ വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് കാണുന്നത്. ഇവരുടെ ഓരോ മണിക്കൂറും ഇവർ വൈകുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ സജീവമായി നടന്നിരുന്നു. വൈകുന്നേരം 3 മണിയോടുകൂടി എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത്. എങ്കിൽ പിന്നീട് അവർ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ സമയം 3:30 3:30 അടുത്തു. ആ സമയത്താണ് വീട്ടിലേക്ക് വന്ന് കയറിയത്. അതിനുശേഷമാണ് ഇപ്പോൾ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ അധികം സമയമെടുക്കേണ്ടി വന്നില്ല. കാരണം ഇവിടെ വലിയ തിരക്കില്ലാത്ത ഒരു ബൂത്താണ്. വേഗത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ് അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്.